നമ്മളിപ്പം വചനം ധ്യാനിക്കാൻ പോകുന്നു. നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഫിലദൽഫിയ സഭയോടുള്ള ദൂത നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മനുഷ്യൻ്റെ വാക്കുകളല്ല. ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നത് അത് ദൈവവചനമാണോ, ദൈവശബ്ദമാണോ, അത് മനുഷ്യൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ മനുഷ്യൻ്റെ പ്രോത്സാഹന വാക്കുകളാണ്? രണ്ടിലും ഒത്തിരി വ്യത്യാസമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മനുഷ്യൻ്റെ വാക്കുകൾ അല്ല. മനുഷ്യൻ്റെ വാക്കിന് ജീവൻ തരാൻ കഴിയത്തില്ല. നമ്മുടെ ആത്മീയ തളർച്ചയെ മാറ്റാൻ കഴിയത്തില്ല. പക്ഷെ ജീവനുള്ള ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചൈതന്യമാണ് കൊണ്ടുവന്നത്. വലിയൊരു വ്യത്യാസം വരും. കാരണം ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ജീവനുണ്ട്. ഹല്ലേലൂയ. ദൈവം എന്നോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ആത്മാർത്ഥമായി കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. പാട്ടുപാടി ആത്മാവിൽ നിന്നെ ആരാധിക്കുവാൻ തന്ന ഈ അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ എത്ര ദൂരപ്രദേശങ്ങളിലായിരിക്കുന്നു. ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു ഇങ്ങനെ ഞങ്ങൾക്ക് ഒന്നിച്ച് ആരാധനയെ പങ്കെടുക്കുവാൻ കഴിയുന്നത്. പക്ഷെ കർത്താവെ, നീയാ ഇങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ ഭോപ്പാലിൽ നിന്ന് യാത്ര ചെയ്ത് കേരളത്തിൽ വന്നെങ്കിലും ഒന്നിച്ച് ആരാധനയെ പങ്കെടുക്കുവാൻ നീ സഹായിക്കുന്നതിനായി സ്തോത്രം. പിതാവെ, നിന്റെ വചനത്തിന് മുമ്പേ ഞങ്ങൾ വന്നിരിക്കുന്നു. ഫിലദൽഫിയ സഭയോടുള്ള നിന്റെ ദൂത് അത് ഞങ്ങളോടുള്ള ദൂതാ. നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചുകൊണ്ടിരുന്ന ആ വേദഭാഗത്തിലേക്ക് നമുക്ക് തിരിയാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാക്യം തന്നെയാണ് വായിച്ചത്. അവിടെ നമ്മൾ ഫിലദൽഫിയ സഭയോടുള്ള നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ ദൂത് ശ്രദ്ധിക്കുന്നതിന് മുമ്പേ ആ ഫിലദൽഫിയയുടെ ആ സഭയുടെ ആ കാലഘട്ടം അതാ നമ്മൾ ശ്രദ്ധിച്ചേ. കഴിഞ്ഞ ആഴ്ച പെർഗമും, തുവത്തീര, സർദീസ് കഴിഞ്ഞ് വന്ന ഒരു കാലസമയം. സർദീസിലുള്ള പ്രത്യേകത, ആ സഭയുടെ ചരിത്രം നോക്കുമ്പോൾ മാർട്ടിൻ ലൂഥർ മുഖാന്തരം സത്യം വെളിപ്പെട്ടു. സത്യം പറഞ്ഞാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ സത്യം കുറേ ആണ്ടുകൾ ഇങ്ങനെ മറിഞ്ഞു കിടന്നു. നമുക്കറിയാലോ സഭയുടെ ആദ്യത്തെ തുടക്കം എങ്ങനെ. പിന്നെ സ്മിർണയുടെ സമയത്ത് രക്തസാക്ഷികൾ എത്ര പേരാണ് മരിച്ചത് ഈ സത്യത്തിന് വേണ്ടി. പക്ഷെ ക്രമേണ യെസബേലിൻ്റെ ഉപദേശം, നിക്കോലിയരുടെ ഉപദേശം, ബില്യാമിൻ്റെ ഉപദേശം വന്ന് ഈ വചനത്തിൻ്റെ സത്യങ്ങൾ അങ്ങ് മറഞ്ഞു പോയിന്നേ. ഈ വചനത്തിൻ്റെ സത്യത്തെ മറയ്ക്കാനാ സാത്താൻ വിവിധ തന്ത്രങ്ങൾ കൊണ്ടുവന്നത്. കാരണം ഈ സത്യങ്ങളാ. ഇത് ജനം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാത്താൻ്റെ കളി അവൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല. ഈ സത്യമില്ലയോ ദൈവം വെളിപ്പെടുത്തി തന്നെ. ഒന്ന് ചിന്തിച്ചേ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മാർട്ടിൻ ലൂഥറിന് വെളിപ്പെടുത്തി കൊടുത്തു. മാർട്ടിൻ ലൂഥർ മാത്രമല്ല, അവർ കാലഘട്ടത്തിൽ വേറെ ഒത്തിരി കർത്താവിൻ്റെ ദാസന്മാരുണ്ടായിരുന്നു.
രക്തസാക്ഷികളായി മരിച്ച എത്ര ഭക്തന്മാരുണ്ട്. ഒരു ശേഷിപ്പുണ്ട്. പക്ഷെ ആ സത്യം അറിഞ്ഞ് അവർ റോമൻ കത്തോലിക്ക സഭയെ വിട്ടെങ്കിലും പിന്നെയും അവർ അവരുടെ തന്നെ കൂട്ടങ്ങളായി. ഫോർ എക്സാമ്പിൾ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് റോമൻ കത്തോലിക്ക സഭയെന്ന് വേർപെട്ട ഒരു കൂട്ടമാണ്. പക്ഷേ അത് വേറെ ഒരു കൂട്ടമായി തീർന്നു. അങ്ങനെ തന്നെ മെത്തഡിസ്റ്റും ലൂത്രൻസും വേറെ ഒത്തിരി അങ്ങ് വന്നു. ഒത്തിരി കൂട്ടങ്ങൾ സത്യം അറിഞ്ഞ് ഒരു തുടക്കമുണ്ടായെങ്കിലും സമയം കഴിഞ്ഞപ്പം അതൊരു കൂട്ടമായി മാറി. പക്ഷേ കർത്താവിൻ്റെ പ്രവൃത്തി നോക്കിക്കേ. ഈ ഫിലദൽഫിയ സമയകാലത്തിൽ അറിഞ്ഞ സത്യം എന്തുവാ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ജനം പഠിക്കാൻ തുടങ്ങി. അവർക്കൊരു കാര്യം മനസ്സിലായി, വചനത്തിൽ നിന്ന് കർത്താവിൻ്റെ വരവ് അടുത്തു. അതുകൊണ്ട് നമ്മുടെ പോലത്തെ സാധാരണക്കാർ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തുകൊണ്ട് ഞാൻ അത് പിന്നെയും പോകുന്നില്ല, നമ്മുടെ പോലത്തെ സാധാരണക്കാർ സുഖവും എല്ലാം ത്യജിച്ച് ഈ വചനം എടുത്തുകൊണ്ട് കുടുംബം സവിധം കപ്പലിലൊക്കെ കയറുക, പോവാ. ആ ഒരു കാലഘട്ടമാണ് അത്. നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം തന്നെ അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3:8. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. സോ ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി, ഞാൻ നിന്റെ മുമ്പേ ഒരു തുറന്ന വാതിൽ വെക്കുന്നുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കർത്താവ് സഹായിച്ചപ്പോൾ നമ്മളൊക്കെ പഠിച്ച ഒരു വിഷയമാണ് യുഗങ്ങളുടെ വിഷയം. ദൈവം എങ്ങനെ ഓരോ യുഗങ്ങളിൽ മനുഷ്യനുമായിട്ട് ഇടപെടുന്നത്, എങ്ങനെ സത്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഏദൻ തോട്ടത്തിൽ നിഷ്കളങ്ക യുഗം, പിന്നെ മനസാക്ഷി യുഗം, മനുഷ്യൻ്റെ ഭരണത്തിൻ്റെ യുഗം, പിന്നെ വാഗ്ദാന യുഗം, പ്രമാണം, കൃപയുടെ യുഗം. ഈ കൃപയുടെ യുഗം വന്നപ്പം കർത്താവ് എങ്ങനെ ഓരോ സഭകളോട് എങ്ങനെ സംസാരിക്കുന്നത്. സഭയുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന് ഒരു മാറ്റവും ഇല്ലെങ്കിലും ദൈവം ക്രമേണ തൻ്റെ പ്രവൃത്തി ചെയ്തു വന്നു. തക്ക സമയത്ത് ക്രൂശിൽ വില കൊടുത്തത്, തക്ക സമയത്ത് പെന്തിക്കോസിൻ്റെ നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഫിലദൽഫിയയുടെ സമയം ദൈവം പറയുന്നത്, കർത്താവ് പറയുന്നത്, ഞാൻ ഒരു തുറന്ന വാതിൽ നിന്റെ മുമ്പ് വെക്കുന്നു. ആ വാതിൽ തുറന്നത് എന്തിനാ? ജനങ്ങൾ ഈ സത്യം അറിയണം. സോ നമ്മൾ അറിയണം, മനസ്സിലാക്കേണ്ടി എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇന്ന് കൊറോണ കാരണം ഇന്ന് സഭ ആരാധനയിൽ കൂടാൻ ഒക്കുന്നില്ല, നമുക്ക് തമ്മിൽ കാണാൻ കഴിയുന്നില്ല. ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ അടുത്ത് വന്ന് ഒന്നിച്ച് ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാനും കർത്താവ് സഹായിച്ചു. ആ ഒരു സമയമുണ്ടായിരുന്നു. ഇന്ന് ആ സമയത്തിനൊരു വ്യത്യാസം വന്നു. ഇന്ന് ഞങ്ങൾ ഇന്ത്യയിലായിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഭോപ്പാലിൽ, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ സുൽത്താൻ ബത്തേരി വയനാട്ടിലായിരിക്കുന്നു. യൂട്യൂബ് മുഖാന്തരം നമ്മൾ കേൾക്കുന്നു. നമുക്കിത് ചിന്തിക്കാമായിരുന്നോ? ഇല്ലല്ലോ. നമുക്ക് ആർക്കും ഒരു ഐഡിയയും ഇല്ലായിരുന്നു വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും. സോ ഇതിലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ ഒരു വിഷയം, ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്ന ഒരു വിഷയം, ഈ കൊറോണ കാലത്തിൽ ബാക്കിയെല്ലാം അടച്ചു പൂട്ടിയെങ്കിലും ദൈവപ്രവൃത്തിക്ക് ഒരു തടസ്സവും വന്നില്ല. എത്ര വിശാലമായിട്ടാ ദൈവവേല ഈ ദിവസങ്ങളിൽ വളർന്നത്. എത്ര വിശ്വാസികൾ ആത്മാവിൽ ക്ഷീണിച്ചിരിക്കുന്നവർ ആത്മാവിൽ ബലപ്പെട്ടു. കൺവെൻഷൻ നടക്കുന്നില്ല, ആരാധന നടക്കുന്നില്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ നടന്നു? അതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി ഇല്ലയോ? ദൈവം തൻ്റെ പ്രവൃത്തി ഓരോ സമയത്ത് ചെയ്തു. സോ അതുപോലെ തന്നെ ഫിലദൽഫിയ സമയത്ത് നമ്മുടെ പോലത്തെ മനുഷ്യർക്ക് അവർ കാഴ്ചപ്പാട്, അവർ ദർശനം, അവരെ ആരും അയച്ചില്ല. അവരുടെ അകത്തൊരു ആഗ്രഹം വന്നു. കപ്പലെ കയറി ഓരോ രാജ്യങ്ങളിൽ പോവുക. ഓരോ വ്യക്തികൾ, എക്സാമ്പിൾ
വില്യം കാരി, അഡോണിറാം ജഡ്സൺ, ഹഡ്സൺ ടൈലർ, ഡേവിഡ് ബ്രെയ്നാർഡ്, പിന്നെ ഡേവിഡ് ലിവിങ്സ്റ്റൺ, അങ്ങനെ എത്ര പേരുണ്ട്. ഓരോ വ്യക്തി ഓരോ രാജ്യങ്ങളിൽ പോയി ദൈവം അവരെ കൊണ്ടുപോയി തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ, വില്യം കാരി അല്ല സുവിശേഷം കൊണ്ടത്, കർത്താവിൻ്റെ ശിഷ്യൻ തോമസ് ഇന്ത്യയിലെത്തി. അതെങ്ങനെ? ആരെങ്കിലും പറഞ്ഞു കിട്ടുകയാണ്? ദൈവം ചെയ്ത പ്രവൃത്തികൾ. സോ ആ ഒരു കാലഘട്ടത്തിൽ സുവിശേഷം ലോകമെല്ലായിടത്തും എത്താൻ തുടങ്ങി. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി, ബൈബിൾ പ്രിന്റിങ് തുടങ്ങി, മിഷണറിമാർ ഇറങ്ങാൻ തുടങ്ങി. ഇനി നമ്മൾ ഈ സഭയോടുള്ള ദൂതിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാം. കർത്താവ് ഈ സഭയോട് പറയുന്നത്, ഒന്നുകൂടെ അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക. യെസ്, വിശുദ്ധനും. ഇനിയിപ്പം ദൂതനെ എഴുതുന്നത് എന്തുവാ? വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനുമായി. ഇത്രയും മതി. ഇവിടെ 3 കാര്യങ്ങൾ: വിശുദ്ധനും, സത്യവാനും, ദാവീദിന്റെ താക്കോൽ ഉള്ളവനും. ഈ 3 കാര്യം നമുക്ക് ഇന്നൊന്ന് ശ്രദ്ധിക്കാം. ബാക്കി എഫെസോസ് സഭയോട് കർത്താവ് പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. അതിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതിൻ്റെ 2:1. എഫെസോസ് സഭയോട് എങ്ങനെയാ പറയുന്നത്? 2:1. എഫെസോസിലെ സഭയുടെ ദൂതനെ എഴുതുക. 7 നക്ഷത്രം വലങ്കയ്യിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ഇനി 8-ാമത്തെ വാക്യത്തിൽ സ്മിർനയിലെ സഭയുടെ ദൂതനെ എഴുതുക. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. 12 പെർഗമോസിനോട് പറയുന്നത്. പെർഗമോസിലെ സഭയുടെ ദൂതനെ എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. 18 തുവത്തൈരയിലെ സഭയുടെ ദൂതനെ എഴുതുക. അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. 3:1 സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ഓരോ സഭയോട് കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ വെളിപ്പാട് 1-ാമത്തെ അധ്യായത്തിൽ കണ്ടു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആ സഭയെ നല്ലപോലെ അറിഞ്ഞുകൊണ്ടാണ് തന്നെ വെളിപ്പെടുത്തുന്ന രീതി ഒന്ന് നോക്കിയേ. ഇവിടെ ഫിലദൽഫിയ സഭയോട് വിശുദ്ധൻ, ഞാൻ വിശുദ്ധനാണ്. 2-ാമത്തത്, ഞാൻ സത്യവാനും. 3-ാമത്തത്, ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ. ഈ 3 കാര്യങ്ങളുടെ ആ കാര്യങ്ങൾ മുഖാന്തരം ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിഷയം എന്തോ? ആദ്യമേ, ഞാൻ വിശുദ്ധൻ. കർത്താവ് എന്നോട് പറയുന്നത് ഞാൻ വിശുദ്ധൻ. അതിൽ നിന്ന് കർത്താവ് എന്തുവാ, ഏത് സന്ദേശമാ എന്നോട് വെളിപ്പെടുത്തുന്നത്? ഞാൻ വിശുദ്ധനാ. ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ. ഇംഗ്ലീഷിലാണെങ്കിൽ ഹി ദാറ്റ് ഈസ് ഹോളി. വിശുദ്ധന്റെ അർത്ഥം എന്തുവാ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, കർത്താവേ എന്നെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ, എന്നെ ക്ഷമിക്കണമേ. നമ്മൾ അതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ ഏതാ? ആശയങ്ങൾ പറഞ്ഞാൽ ഇത് നമ്മൾ എന്തോ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. വിശുദ്ധൻ പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ദൈവത്തിന് മാത്രമേ വിയോജിക്കുവാൻ കഴിയത്തുള്ളൂ. കാരണം ദൈവം മാത്രമേ വിശുദ്ധനെ ഉള്ളൂ. അതിന് നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. യെശയ്യാവ് 6:3 വായിച്ചേ. ഐസയ 6:3. യെശയ്യാവ്. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ ശബ്ദമാ നമുക്ക് സ്വർഗത്തിൽ കേൾക്കാൻ കഴിയുന്നത്. 2-ാമത്തത് 40:25 വായിച്ചേ. യെശയ്യാ 40:25. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും?
ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ 43:15, 43:15. ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും ആകുന്നു. സോ ഇത്രയും വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലേ, പരിശുദ്ധൻ, വിശുദ്ധൻ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയം, ആ വാക്ക് വെളിപ്പെടുത്തുന്നത് എന്തുവാ? വ്യത്യസ്തമായവൻ. വ്യത്യസ്തമായി പറയുമ്പോൾ കോൺസിക്രേറ്റഡ്, സെപ്പറേറ്റഡ്. നമ്മളും ദൈവം തമ്മിലുള്ള ആ വ്യത്യാസം ഏത്? ദൈവം വിശുദ്ധൻ, നമുക്കോ? നമ്മൾ ഈ പാപം നിറഞ്ഞ ഈ ലോകത്തിൽ, നമുക്കറിയാലും ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പം നിഷ്കളങ്കനാണ് ഉണ്ടാക്കിയത്, നിഷ്കളങ്കൻ. പക്ഷെ പാപം വന്നപ്പം ഈ നിഷ്കളങ്കനായ മനുഷ്യൻ അന്ന് മുതൽ ചെയ്യുന്നത് എന്തുവാ? സ്വന്തം ആഗ്രഹത്തിനു വേണ്ടി ജീവിക്കുക, സ്വന്തം മോഹങ്ങൾ, സ്വന്തം തൃപ്തി, സ്വന്തം സന്തോഷം, അതേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നില്ലെങ്കിലും ചിലരുണ്ട്, അവർ ഒത്തിരി ഭക്തിയും കാര്യങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം അവർ വിശുദ്ധന്മാരാണോ? നമുക്കുണ്ടല്ലോ വിശുദ്ധന്മാര്. അവർ വിശുദ്ധന്മാരാണോ? ഒന്ന് ചിന്തിച്ചേ. ദൈവം മാത്രമേ വിശുദ്ധനുള്ളൂ. ദൈവത്തിൻ്റെ ആ നിലപാട്. നമ്മുടെ പോലത്തെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നു. ആ മനുഷ്യനെ നമുക്കെങ്ങനെ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കാം? കാരണം വിശുദ്ധിയുടെ ഒരു നിലപാടുണ്ട്, ഒരു സ്റ്റാൻഡേർഡുണ്ട്. ആ നമ്മൾ ത്രാസ് എടുത്ത് തൂക്കുമ്പോൾ ആ കട്ടയുണ്ടല്ലോ, 1 കിലോയുടെ 2 കിലോയുടെ 5 കിലോയുടെ കട്ട, അത് വെച്ചില്ലയോ നമ്മളെല്ലാം അളക്കുന്നത്. അതുപോലെ തന്നെ ഇല്ലയോ വിശുദ്ധി? അതിൻ്റെ ആ കട്ട പറഞ്ഞാൽ ആരാ? ദൈവം. ആ സ്റ്റാൻഡേർഡ്. നമ്മൾ പറയുന്ന ഈ വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ ആ വിശുദ്ധിയുടെ നിലപാടിൽ എത്തിയിട്ടുണ്ടോ? ഈ ഭൂമിയിൽ വന്നവരെല്ലാം പാപത്തിലല്ലയോ ജനിക്കുന്നത്? അതുകൊണ്ട് ആരെങ്കിലും നീതിമാനുണ്ടോ? ദൈവം പറയുന്നത് ഞാൻ വിശുദ്ധൻ. അതിൻ്റെ അർത്ഥം വ്യത്യസ്തമാ. കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 7:1. 2 Corinthians chapter 7 verse 1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമ്മൾ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അതിൻ്റെ അർത്ഥം ദൈവഭയത്തിൽ വിശുദ്ധി. ദൈവമാനായി നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ഇതിൻ്റെ ആഴം മനസ്സിലാക്കാൻ. കത്രിമേശയിൽ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ, കത്രിമേശയിൽ പങ്കെടുക്കുമ്പോൾ വചനം സ്പഷ്ടമായി പറയുന്നത് തന്നെത്താനെ ശോധന ചെയ്യാൻ. നമ്മൾ എന്തുവാ ശോധന ചെയ്യുന്നത്? നമ്മുടെ മുമ്പേ അപ്പവും വീഞ്ഞു വെക്കുമ്പോൾ ഞാൻ എന്തുവാ ശോധന ചെയ്യുന്നത്? എൻ്റെ ജീവിതം, എൻ്റെ ചിന്ത, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയില്ലയോ ഞാൻ നോക്കേണ്ടത്? ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണോ? എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണോ? അതോ എനിക്ക് വേണ്ടി ജീവൻ തന്ന ആ കർത്താവിന് വേണ്ടിയാണോ ഞാൻ ജീവിക്കുന്നത്? ഇത് നമ്മൾ ഈ വിഷയം ഒന്ന് ഓരോ വ്യക്തികളോട് ചോദിച്ചാൽ, പ്രസംഗം നിർത്തി ഓരോരുത്തരോട് ചോദിച്ചാൽ എന്തുവാ മറുപടി പറയാനുള്ളത്? ആ അപ്പത്തിൽ കൈ നീട്ടാൻ അർഹതയുണ്ടോ? സഹോദര, അർഹതയുണ്ടോ? അപ്പം മുമ്പേ വരുന്നത് അർഹതയുണ്ടോ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഒരു സഹോദരി സഭയിൽ വന്ന് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കി. കാര്യങ്ങൾ തീർത്ത പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, പുള്ളിക്കാരത്തി ദേഷ്യം കയറി, പുള്ളിക്കാരത്തി സഭ വിട്ടുപോയി.
പിന്നെ ഒരു ദിവസം പുള്ളിക്കാരത്തേക്ക് അറിഞ്ഞു സഭയിൽ കത്രിമേശയുണ്ട്, വന്നേക്കുക. എല്ലാവരുടെയും മുമ്പേ നിന്നിട്ട് പറയുക, എനിക്ക് കത്രിമേശയെ പങ്കെടുക്കണം. ഞാൻ പറഞ്ഞു, ഉറപ്പാന്നോ? ഈ അപ്പം വെച്ചിട്ടുണ്ട്, പ്രാഗൽഭ്യമുണ്ടെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. തന്നെത്താനെ ശോധന ചെയ്തോണം. എൻ്റെ ജീവിതം അവിശുദ്ധനായ ദൈവസന്നിധിയിൽ അവിശുദ്ധിയോടാണോ ഞാൻ ജീവിക്കുന്നത്? ഞാൻ എനിക്ക് വേണ്ടിയാണോ? ഇന്ന് നമ്മൾ നോക്കിയാൽ വിശ്വാസി, ഞാനൊരു വിശ്വാസി, എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിശുദ്ധിയോടാണോ? വിശുദ്ധി പറയുമ്പോൾ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാണോ? അത് പറയുമ്പോൾ ചിലർക്കൊക്കെ പ്രയാസമുണ്ടാവും. ഇവിടെ വായിച്ചത് 2 Corinthians 7:1 വായിച്ചത് ഭയത്തോട് എങ്ങനെ അതിൻ്റെ പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗാഡ്. മലയാളത്തിൽ ദൈവഭയത്തിൽ വിശുദ്ധി തികച്ചുകൊള്ളുക. അതാ സ്വർഗം നമ്മളോട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധി കൂടാതെ നമ്മൾ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും, പാട്ടുപാടി സ്തോത്രാഴ്ച കൊടുത്ത് എന്ത് ചെയ്താലും വിശുദ്ധി കൂടാതെ ദൈവത്തെ ആർക്കും കാണുവാൻ കഴിയത്തില്ല. അത് സ്വർഗത്തിൻ്റെ നിലപാടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടതില്ലയോ? ഞാൻ വിശുദ്ധനായ ദൈവത്തെ സേവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ വിശുദ്ധി പറയുമ്പോൾ ആ വേർപാട്, ആ വ്യത്യസ്തത, ദൈവത്തെ നമ്മൾ നോക്കുമ്പോൾ ആ വ്യത്യസ്തത, മനുഷ്യൻ സ്വയത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ സ്വഭാവം, ദൈവത്തിൻ്റെ ആ മഹിമ, ദൈവത്തിൻ്റെ ആ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. നമ്മുടെ പോലെ അല്ല. നമ്മുടെ പിതാവ്, എൻ്റെ പിതാവ്, ഞാൻ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. എന്താ? പിതാവ് വിശുദ്ധൻ, ഞാനോ എപ്പോഴും പറയുന്നത് കർത്താവെ ക്ഷമിക്കണം, രക്തത്തിൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണം. നമുക്ക് സ്വന്തമേ വിശുദ്ധരാകാൻ കഴിയുമോ? ഒരിക്കലും കഴിയത്തില്ല. അതിനല്ലയോ വിശുദ്ധനായ ദൈവം ഈ മൺകൂടാരത്തിൽ വന്ന് നമ്മുടെ കൂടെ വസിക്കുന്നത്. എന്തിനാ? ഈ അന്യഭാഷയിൽ ആരാധിക്കാൻ ദൈവാത്മാവ് സഹായിക്കുന്ന ഇതെല്ലാം എന്തിനാ? നമ്മളെ വിശുദ്ധരാക്കി തീർക്കുവാനാ. എൻ്റെ അകത്ത് ആ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ, ആ സമർപ്പണമുണ്ടെങ്കിൽ, സ്വർഗം എൻ്റെ വ്യക്തിത്വത്തിൽ പ്രവർത്തിച്ച് എന്നെ ആ തികവോളം വളർത്തത്തില്ലയോ? എൻ്റെ സ്വഭാവത്തിൽ എത്ര വ്യത്യാസം ഇനിയും വരാനുണ്ട്, ഇനി എത്രയുണ്ടെന്നേ, ഇനി ഞാൻ എത്ര വളരാനുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വരവെടുത്തു. ഞാൻ എന്നാ യാത്ര പറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് ഞാൻ അറിയുന്നില്ല. പക്ഷേ ഇനി എത്ര പ്രവൃത്തികൾ അകത്ത് ചെയ്യാൻ ഉണ്ട്. നമ്മൾ സർദീസ് സഭയോട് കർത്താവ് സംസാരിക്കുന്നത് നമ്മളത് വായിച്ചല്ലോ. നിങ്ങളുടെ മധ്യത്തിൽ ചിലരുണ്ട്, അവർ എന്തോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 3:4 വായിച്ച്, വെളിപ്പാട് പുസ്തകം 3:4. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. ഉടുപ്പ് മലിനമാക്കാത്ത ചിലർ സർദീസിലുണ്ട്. അതിൻ്റെ താഴെ അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. യോഗ്യന്മാരായതുകൊണ്ട് വെള്ള ധരിച്ച് എൻ്റെ കൂടെ നടക്കും. അതിൻ്റെ അർത്ഥം വിശുദ്ധനായ ദൈവം ആഗ്രഹിക്കുന്ന ആ ലെവലിൽ നമ്മൾ വളർന്നാൽ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കും. ദൈവത്തിൻ്റെ കൂടെയുള്ള കൂട്ടായ്മ നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ആ കൂട്ടായ്മ അനുഭവിക്കുന്നവൻ
ധന്യനല്ലയോ? നമുക്ക് എല്ലാവർക്കും കർത്താവ് വെച്ചിരിക്കുന്ന ലക്ഷ്യം അത് തന്നെ ഇല്ലയോ? സോ അതോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതം ശോധന ചെയ്യാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ അധികവോളം വളരുവാൻ നീ എന്നെ സഹായിക്കണം. ക്രിസ്തുയുടെ ജീവിതം ഒന്ന് നോക്കിയേ. മനുഷ്യനായ ക്രിസ്തു രാത്രി യാമങ്ങളിൽ നമ്മുടെ കർത്താവ് ഉറങ്ങുന്നില്ലല്ലോ. തന്നെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ദൃശ്യം. പകൽ മുഴുവൻ ശുശ്രൂഷയില്ലയോ ചെയ്യുന്നത്? തളർന്നില്ലയോ? സ്വന്തം ഒരു ഭവനമില്ലല്ലോ. എന്തുവാ രാത്രി സംസാരിക്കുന്നത്? എന്താ ഇത്രയും പ്രാർത്ഥിക്കാനുള്ളത്? ഒന്ന് ധ്യാനിച്ച ആ അവസരങ്ങളിൽ തന്നെ ശിഷ്യന്മാർ 5 അപ്പവും 2 മീനും വെച്ച് എത്ര ആൾക്കാരെ ഭക്ഷിച്ചു, അവർക്ക് ആഹാരം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടിട്ട് കർത്താവ് പ്രാർത്ഥിക്കാനാ പോകുന്നത്. എന്താ? പൂർണ്ണ മനുഷ്യനായിരിക്കുമ്പോൾ ഒട്ടേറാഗ്രഹം, പിതാവിൻ്റെ ഹിതമനുസരിച്ച് എനിക്ക് നടക്കണം. പരീക്ഷകൾ കൊണ്ട് പരീശന്മാരും സദൂക്കികൾ അവർ പിന്നെയും വരുന്നുണ്ട്. ശിഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നമുണ്ട്. അതിൻ്റെ മധ്യത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ തന്നെ ഇരുന്ന് പിതാവിനോട് കാര്യങ്ങൾ സംസാരിക്കുക, പൂർണ്ണ മനുഷ്യനായി. സോ ആ കർത്താവിനെ നമ്മൾ നോക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളിൽ ആർക്ക് എൻ്റെ അകത്ത് പാപം കണ്ടെത്താതെ. സോ നമ്മൾ ഈ ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, ഞാൻ വിശുദ്ധൻ, അത് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് നീയും ആ വിശുദ്ധി ആ നിലപാടിൽ എത്തണം. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നീയും വിശുദ്ധനായി തീരണം. ദൈവം അതിനായി നമ്മളെ സഹായിക്കുമാറാകട്ടെ. നെക്സ്റ്റ്, വിശുദ്ധൻ മാത്രമല്ല സത്യവാനും. 2-ാമത്തെ കാര്യം, സത്യവാന. സത്യവാന്റെ അർത്ഥം എന്താ? അതിനുവേണ്ടി ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. യോഹന്നാൻ 14:14, ജോൺ 14:16. ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ജോൺ 14:16. യെസ്, യോഹന്നാൻ 14:16 വാക്യം. യെസ്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. സത്യത്തിൻ്റെ ആത്മാവ്, അവിടെ പ്രത്യേകിച്ച് ഉപയോഗിച്ചേക്കുന്ന വാക്ക് സത്യത്തിൻ്റെ ആത്മാവ്. നെക്സ്റ്റ്, യോഹന്നാൻ 1:14, ജോൺ 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി. കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സത്യത്തിൻ്റെ ആത്മാവ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ മധ്യത്തിൽ പാർത്തു. നെക്സ്റ്റ്, 6:32, 6:32. യോഹന്നാൻ 6:32. ആമേൻ ആമേൻ. യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. അവിടെ പറയുന്നത് സ്വർഗത്തിൻ്റെ പിതാവ്, സ്വർഗത്തിൽ നിന്നുള്ള വായിച്ചേ, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. സാക്ഷാൽ അപ്പം നിങ്ങൾക്കായി തരുന്നത്. അതിൻ്റെ കൂടെ തന്നെ 15:1 വായിച്ചേ, യോഹന്നാൻ 15:1. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. സാക്ഷാൽ മുന്തിരിവള്ളിയും. അതിൻ്റെ കൂടെ എബ്രായർ 9:24, എബ്രായർ 9:24.
Hebrews 9:24. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. സോ ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വായിക്കുമ്പോൾ സത്യത്തിൻ്റെ ആത്മാവ്, ഞാനും വഴിയും സത്യവും ജീവനാകുന്നു. ഇവിടെ എല്ലാം ആ ഉപയോഗിക്കുന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്തുവാ, ആശയം എന്തുവാ? വെളിപ്പാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 3 ഞാൻ വായിക്കുന്നത്, ബിഹോൾഡ് ഹീ ദാറ്റ് ഈസ് ഹോളി ആൻഡ് ഹീ ദാറ്റ് ഈസ് ട്രൂ. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിലുള്ള കാര്യങ്ങൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ പഴയ നിയമത്തിൽ അവർക്ക് എല്ലാം വെളിപ്പെടുത്തി കൊടുത്തില്ല. എക്സാമ്പിൾ, ഉദാഹരണമായി മോശ മുഖാന്തരം അവർക്ക് എല്ലാവർക്കും ആഹാരം കിട്ടിയല്ലോ, മന്ന കിട്ടുന്നുണ്ടായിരുന്നല്ലോ, അപ്പം കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ ആ സാക്ഷ്യാലുള്ള അപ്പം പറയുമ്പോൾ അത് പറയുന്നതിൻ്റെ അർത്ഥം ആ അപ്പം അവർ രാവിലെ അവർക്ക് കിട്ടുന്നുണ്ട്, മന്ന ഭക്ഷിക്കുന്നുണ്ട്, അടുത്ത ദിവസം പിന്നെയും വിശക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെയും കൊടുക്കുന്നു. എല്ലാ ദിവസവും കൊടുത്തോണ്ടിരുന്നു. കാരണം അവർക്ക് വിശപ്പ്, വയറ് നിറച്ച് കഴിച്ചു, പിന്നെയും വിശക്കുന്നു. സാക്ഷാലുള്ള അപ്പം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയും ക്രിസ്തുവിനെ ഭക്ഷിച്ചവൻ ഇനിയും വിശപ്പുണ്ടാകത്തില്ല. ഇനിയും അടുത്ത ഒരു അപ്പത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇസ്രായേൽ മക്കൾക്ക് കാത്തിരിക്കണം. പക്ഷെ ഒരു ദൈവ പൈതലിന്, ക്രിസ്തുവിനെ അറിഞ്ഞവൻ ഇനിയും വേറെ ആരെ അന്വേഷിച്ച് തപ്പിപ്പോകുന്നില്ല. അവൻ്റെ അകത്ത് അവൻ തൃപ്തനായി. ക്രിസ്തുവിനെ അറിഞ്ഞവൻ തൃപ്തനാണ്. വേറെ ആരെയും അന്വേഷിച്ച് പുതിയത് ആരെയും തപ്പി പോകേണ്ടേ അവന് ആവശ്യമില്ല. അതിൻ്റെ കൂടെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ, അവർക്ക് ആലയം ഉണ്ടായിരുന്നല്ലോ. വെളിപ്പാട് എബ്രായർ 9:24 ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. സോ അതിൻ്റെ അർത്ഥം ഇസ്രായേൽ മക്കൾക്ക് ആലയം ഉണ്ടായിരുന്നല്ലോ, യാഗങ്ങൾ അർപ്പിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ അർത്ഥം യാഗങ്ങൾ അർപ്പിക്കുന്നുണ്ടെങ്കിലും അർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ആശ്വാസം. പ്രായശ്ചിത്ത ദിവസം യാഗങ്ങൾ അർപ്പിച്ചു, ഇസ്രായേലിന് വലിയൊരു ആശ്വാസം. പക്ഷെ ആശ്വാസം എന്നേക്കുമല്ല, കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. അടുത്ത വർഷം വരുമ്പോൾ ആശ്വാസം എന്തിയേ? അത് പോയി, പിന്നെയും യാഗം അർപ്പിക്കണം. യാഗം അർപ്പിക്കുമ്പോൾ ആശ്വാസം കുറച്ച് നാളത്തേക്ക്, പിന്നെയും ആശ്വാസം കിട്ടണമെങ്കിൽ പിന്നെയും യാഗം അർപ്പിക്കണം. ക്രിസ്തുവിന് പിന്നെയും യാഗമായി അർപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ആ യാഗം അർപ്പിച്ചോണ്ട്, അതുകൊണ്ടാണ് വാസ്തവമായി എന്ന് പറയുന്നത്. ഇതാ സത്യം. അതിനുവേണ്ടി 1 യോഹന്നാൻ 2:8 വായിച്ചേ. 1 John 2:8. 1 John 2:8. 2:8. 1 യോഹന്നാൻ 2:8. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം, അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചം പ്രകാശിക്കുന്നു. അതിൻ്റെ അർത്ഥം ക്രിസ്തു മുഖാന്തരം സത്യപ്രകാശനം വന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉള്ളത് അത് ഭാഗ്യമായിരുന്നു, മുഴുവനും വെളിപ്പെടുത്തിയിട്ടില്ല. ക്രിസ്തു വന്നപ്പോഴാണ് സത്യം പറയുമ്പോൾ
ഭാഗികമായിട്ടല്ല, മുഴുവനും വെളിപ്പെട്ടു. ഇനിയും വേറെ ഒരു വെളിപ്പാടിൻ്റെ ആവശ്യം ഇല്ല. ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയപ്പം ദൈവം പ്രമാണം എല്ലാം കൊടുത്തു. പക്ഷേ അത് ഭാഗികമായിരുന്നു. ക്രിസ്തു മുഖാന്തരമില്ലയോ ദൈവത്തിൻ്റെ പദ്ധതി സ്പഷ്ടമായി സ്വർഗം വെളിപ്പെടുത്തി തരുന്നത്. സത്യവാനാകുന്നു എന്ന് പറയുമ്പോൾ ഞാനാകുന്നു സത്യം, ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാ അന്ന് ജനം സുവിശേഷം എടുത്തുകൊണ്ട് ഒന്ന് ഇറങ്ങിയത്. ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് സത്യവാനും, അത് കഴിഞ്ഞിട്ട് അടുത്ത ഉപയോഗിച്ചേക്കുന്ന വാക്യത ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ. ഇനി അടുത്ത വിഷയം വരുന്നത് ദൈവാത്മാവ് ദാവീദിന്റെ താക്കോൽ ഉള്ളവനെന്ന് പറയുമ്പോൾ ഇത് എവിടെ നിന്ന് എടുത്ത ഭാഗമാണ്? വായിച്ചേ, യെശയ്യാവ് 22:22, ഐസയ 22:22. യെശയ്യാവ് 22:22. യെസ്. ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് എലിയാക്കീമിന് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഇവിടെ നിന്ന് എടുത്ത ആ വേദഭാഗമാണ്. കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒന്നുകൂടെ വായിച്ചേ, 22. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. അതിന്റെ അർത്ഥം ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ പറയുമ്പോൾ, എക്സാമ്പിൾ, എനിക്കൊരു വീടുണ്ട്. ആ വീടിനൊരു താക്കോലുണ്ട്. വീട് പൂട്ടിയിട്ടേക്ക്. ഞാൻ അഥവാ ആ താക്കോൽ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഭവനത്തിൻ്റെ പുറത്ത് അധികാരമുണ്ട്. അടച്ചു വെച്ചത് നിനക്ക് തുറക്കാനുള്ള ആ സ്വാധീനം ഞാൻ തരുന്നുണ്ട്. ഞാൻ അടച്ചതാ, നിനക്കത് തുറക്കാൻ ഞാൻ അനുവാദം തരുന്നുണ്ട്. ഞാൻ എൻ്റെ വീട് വിൽക്കുമ്പോൾ ആധാരത്തിൻ്റെ കടലാസ് മാത്രമല്ല, ഇതുവരെ എൻ്റെ പക്കലുള്ള ആ താക്കോൽ, നമുക്കെല്ലാവരുടെയും കൈ താക്കോലുണ്ടല്ലോ, അതിൻ്റെ വില നമുക്കറിയാമല്ലോ. വണ്ടിയുടെ താക്കോൽ, വീടിൻ്റെ താക്കോൽ, അൽമാരിയുടെ താക്കോൽ. അതിൻ്റെ അർത്ഥം ഞാൻ അടച്ചു വെച്ചതാ, ഇതാർക്കും തുറക്കാനൊക്കത്തില്ല, ഇത് പൂട്ടിയിട്ടേക്കുക, നിങ്ങൾക്കത് തുറക്കാൻ അനുവാദമില്ല. പക്ഷേ ഞാൻ വീട് വിൽക്കുമ്പോൾ ആ താക്കോലൂടെ അടുത്ത വ്യക്തിക്ക് ഞാൻ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇനി ഈ ഭവനത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട്. ഇവിടെ എലിയാക്കീമിൻ്റെ വിഷയം നമ്മൾ ദാവീദ് മുഖാന്തരം ക്രിസ്തുവിൽ നമ്മളത് കാണുന്നുണ്ട്. ദാവീദിൻ്റെ സിംഹാസനത്തിൽ വന്നവൻ, അതുകൊണ്ടില്ലയോ പറയുന്നത് ദാവീദിൻ്റെ താക്കോൽ, ദ കീ ഓഫ് ദ ഹൗസ് ഓഫ് ഡേവിഡ്. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് അനുസരിച്ചുള്ള വ്യക്തി. സ്വർഗം തന്നെ പറയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ഹൃദയം അനുസരിച്ചുള്ള ഒരു വ്യക്തി. ദാവീദിൻ്റെ ഗ്രഹത്തിൻ്റെ താക്കോൽ കിട്ടണമെന്ന് പറഞ്ഞാൽ ദാവീദിനോടില്ലയോ ദൈവം സിംഹാസനത്തിൻ്റെ ബന്ധത്തിൽ ഒരു കർത്താവ് സത്യം ചെയ്തേക്കുന്നത്, ഓത്ത്. ആ സത്യം ചെയ്ത അനുസരിച്ചല്ലയോ ക്രിസ്തു ദാവീദിൻ്റെ ആ കുടുംബത്തിൽ വരുന്നത്. അതിൻ്റെ അർത്ഥം ഇസ്രായേലിൻ്റെ പുറത്ത് വാഴുവാൻ അധികാരം ഉള്ളവൻ, യോഗ്യനായവൻ ക്രിസ്തു ദാവീദിൻ്റെ ആ തലമുറ തന്നെ വരുന്നു. ഇനിയും ദാവീദിൻ്റെ താക്കോൽ കൊടുത്തതെന്ന് പറഞ്ഞാൽ പൂർണ്ണ അധികാരം ഉള്ളവന്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞ് ആകാശത്തിലും ഭൂമിയിലും സർവ അധികാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് നിന്നെ സർവ അധികാരം പറയുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? ആർക്കും തടയുവാൻ കഴിയത്തില്ല.
ഇന്ന് ആ താക്കോൽ കിട്ടിയതിൻ്റെ അർത്ഥം ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തെ അറിയാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഒത്തിരി വിശ്വാസികൾ, നമ്മൾ പറയുന്ന വിശ്വാസികൾ, അവർ പറയുന്നുണ്ട് ഞങ്ങൾ വിശ്വാസികളാണ്, പക്ഷെ ഈ സത്യം വെളിപ്പെട്ടിട്ടുണ്ടോ? സ്വർഗം ഈ സത്യം വെളിപ്പെടുത്തി തന്നിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിക്കുകയായിരുന്നു. ഭാരങ്ങളുണ്ടോ? ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും ഭാരങ്ങളുണ്ടോ? അതെന്താ? അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ വിശ്വസ്തതയുടെ പുറത്ത് എനിക്കൊരു ചോദ്യമുണ്ട്. ഐ ഹാവ് ഡൗട്ട്സ് കൺസേണിങ് ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. അതിൻ്റെ ഗൗരവം മനസ്സിലായോ? സോ ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയ ഒരു വ്യക്തി, ഈ സത്യം ക്രിസ്തു അല്ലാതെ വേറെ ആർക്കും വെളിപ്പെടുത്താൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ ഒത്തിരി ജ്ഞാനികളുണ്ട്, പക്ഷെ നമുക്ക് അറിഞ്ഞ് വെളിപ്പെട്ട് കിട്ടിയ ഈ സത്യം അതിനുവേണ്ടി ലോകം വെപ്രാളപ്പെടുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എത്ര ത്യാഗങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവർക്ക് ഈ സത്യം വെളിപ്പെട്ടിട്ടില്ല. അവരുടെ ഭക്തി കണ്ടിട്ടുണ്ടോ? അവരെത്ര ഭക്തി ചെയ്യുന്നവരാ, എന്താ ഈ സത്യം വെളിപ്പെട്ടിട്ടില്ല? ക്രിസ്തു ദാവീദിന്റെ താക്കോലുള്ളവൻ, അധികാരമുണ്ട് ഈ സത്യം വെളിപ്പെടുത്തി തരാൻ. ഈ സത്യം അറിഞ്ഞവൻ അസത്യത്തിൽ നടക്കുമ്പോൾ അതിൻ്റെതായി തന്നെ വ്യത്യാസം ലോകത്തിന് കാണാം. ഇതവിടെ അടുത്ത നമ്മൾ യെശയ്യായിൽ വായിക്കുന്നത്, അതിൻ്റെ കൂടെ തന്നെ യെശയ്യാ 9:6 വായിച്ച്, ഐസിയ 9:6 ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യെശയ്യാ 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആധിപത്യം അവന്റെ തോളിലിരിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ and the government shall be upon his shoulder. ദാവീദിന്റെ താക്കോൽ അവന്റെ തോളിലാണ്. അതാ നമ്മൾ യെശയ്യാ 22 വായിച്ചത്. താക്കോൽ തോളിൽ വെക്കുന്നതിൻ്റെ അർത്ഥം എന്താ? മറ്റവർ അറിയണം, അധികാരം ഉള്ളവനാ. എക്സാമ്പിൾ, നമ്മൾ പോലീസ് അധികാരികളെ, പട്ടാളത്തിൻ്റെ അധികാരികളെ കണ്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് സ്റ്റാർസും ഒത്തിരി കാര്യങ്ങളുണ്ട് അവരുടെ കോളറിലും തൊപ്പിയിലും തോളയിലും. അവരുടെ തോളയിൽ ആ ഡെസിഗ്നേഷൻ, അത് കാണുമ്പോഴേ അറിയാം ഇദ്ദേഹം ലെഫ്റ്റനൻറ്റ് കേണലാണോ, മേജർ ജനറൽ ആണോ, ചീഫ് ഓഫ് സ്റ്റാഫ് ആണോ. അവരുടെ അടയാളങ്ങളുണ്ട്, അതാ വെളിപ്പെടുത്തുന്നത്. തോളിൽ താക്കോൽ ഉള്ളവൻ പറയുമ്പോൾ ആ അധികാരം മനസ്സിലാകുന്നുണ്ടോ? സ്വർഗം അധികാരം കൊടുത്തവനാ. അതുകൊണ്ടാ പറയുന്നത്, ഞാൻ നിന്റെ മുമ്പേ വാതിൽ തുറക്കുന്നു. സോ ഒന്ന് നിന്നെ, ഇത്രയും അധികാരമുള്ള ക്രിസ്തു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറയുന്നേ, ആ കർത്താവിൻ്റെ വചനം കേട്ടിട്ടാണോ നമ്മൾ മരണത്തെ കണ്ട് ഭയപ്പെടുന്നത്, രോഗത്തെ കണ്ട് ഭയപ്പെടുന്നത്, ഭാരങ്ങളുള്ളത്? സകല അധികാരം പ്രാപിച്ചവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്? എക്സാമ്പിൾ, ഞാൻ വീടുണ്ടാക്കാൻ വേണ്ടി ഞാൻ സ്ഥലം മേടിച്ചു, അതിൻ്റെ ഡയഗ്രാംസ് എല്ലാം ഉണ്ടാക്കാൻ പെർമിഷൻ വേണ്ടായ. മുനിസിപ്പാലിറ്റിയിൽ പോയി ഡയഗ്രാംസ് എല്ലാം കാണിച്ച് എനിക്ക് ആ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ആ പെർമിഷൻ കിട്ടുമ്പോൾ നമുക്കുള്ള ആ സന്തോഷം ഇനി ആർക്കും തടയാൻ കഴിയത്തില്ല, ആർക്കും തടയാൻ കഴിയത്തില്ല. വൈ? അധികാരം കിട്ടിയിട്ടുണ്ട്, സൈൻ ചെയ്ത് മുദ്രയിട്ട അധികാരം എൻ്റെ പക്കലുണ്ട്. ഇനി ആർക്കും ഈ വീടുണ്ടാക്കും തടയാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂടെ വസിക്കുന്നവൻ്റെ കയ്യിൽ
ദാവീദിൻ്റെ ആ താക്കോൽ തോളയിലുണ്ടെന്ന് പറയുമ്പോൾ ലോകത്തിന് സാത്താന് അറിയാം, ആകാശത്തിലും ഭൂമിയിലും സകല അധികാരം പ്രാപിച്ച ഒരുവൻ മാത്രം, അതാ കർത്താവായ യേശു. ഈ അധികാരം ഉള്ളവൻ എൻ്റെ കൂടെ വസിക്കുമ്പോഴാണ് ഞാൻ ഭാരപ്പെടുന്നത്. ഇനി അടുത്ത ഒരു കാര്യം, മിഡിൽ ഈസ്റ്റിലൊക്കെ കല്യാണ സമയത്ത് മണവാട്ടി കല്യാണത്തിൻ്റെ ലാസ്റ്റ് ചടങ്ങി വരുമ്പോൾ അവളുടെ വെയിൽ അവൾ ഊരിയിട്ട് മണവാളിൻ്റെ തോളയിലിടും. അതിൻ്റെ അർത്ഥം, ഇനി എൻ്റെ സകല അധികാരവും നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു, എൻ്റെ സകല അധികാരങ്ങൾ ഞാൻ ഏൽപ്പിച്ചു. നെക്സ്റ്റ്, ആ തോളയിൽ ഇടുന്നതിൻ്റെ അർത്ഥം മണവാളൻ പറയുന്നത്, നിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. പൂർണ്ണ ഉത്തരവാദിത്വം. അതിൻ്റെ അർത്ഥം എന്താ? ഇനിയും നീ വേറെ ആരെയും നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഐ ആം റെസ്പോൺസിബിൾ. ഇറ്റ്സ് ഓൺ മൈ ഷോൾഡേഴ്സ്. എൻ്റെ തോളയില. പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരെ, നമ്മുടെ കർത്താവ് നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റവനാണോ? താക്കോൽ ഉള്ളവനാണോ? കർത്താവിൻ്റെ തോളയിൽ ആ താക്കോൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? പിന്നെയാണോ ഭാരപ്പെടുന്നത്? നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവുക. ഫിലദൽഫിയ സഭയോട് ഈ സത്യം അറിയിച്ചപ്പം ആ യുഗത്തെ, ആ കാലഘട്ടത്തെ നോക്കിക്കേ. ഹഡ്സൺ ടൈലർ, വില്യം കേരി, ഇവരൊക്കെ കപ്പലിലൊക്കെ കയറി എത്ര യവനക്കാരാ. ലോകമെമ്പാടും ഓരോ കപ്പലിൽ കയറി യാത്ര തിരിച്ചു. ഇരുട്ട് നിറഞ്ഞ ലോകത്തിലേക്ക് ആ യവനക്കാർ കുടുംബസഹിതം അവർ തിരിച്ചു. ഒന്നിച്ചു പോവുകയല്ല, ഏകരായിട്ട് പോയി. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലേക്ക് വരുന്നു ഏകനായിട്ടാ. അന്നത്തെ ഒരു കാലം ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. അവരെ ധൈര്യപ്പെടുത്തിയത് എന്താ? ഏക സത്യം യേശു ക്രിസ്തു മാത്രം. അവൻ വിശുദ്ധൻ, ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ. ലോകത്തിനും സാത്താൻ എത്ര ശ്രമിച്ചെങ്കിലും അവരെ തടയുവാൻ കഴിഞ്ഞില്ല. അവർക്കും പറയാമായിരുന്നല്ലോ, ബന്ധനങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. അവർ അതിനെ ഒന്നും നോക്കാതെ യാത്ര തിരിഞ്ഞ് അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ഓരോ സ്ഥലങ്ങളിൽ രക്തസാക്ഷികളായി മരിച്ചു. എത്ര ത്യാഗങ്ങൾ അവർ സഹിച്ചു. പക്ഷേ ഈ സത്യം ഓരോ സ്ഥലങ്ങളിൽ എത്തി. ഇന്ന് എത്രയടുത്ത് ആരാധനകൾ നടക്കുന്നുണ്ട്. സത്യം അവരുടെ ഇടയ്ക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവുക. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. കർത്താവ് പറയുന്നത്, ഞാൻ വിശുദ്ധൻ. വിശുദ്ധൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും സ്വർഗം പ്രതീക്ഷിക്കുന്നത് വിശുദ്ധിയാണ്. സ്വർഗം നമ്മുടെ ഇന്ന് വിശുദ്ധി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തോ ചെയ്യണം? ലോകവും നമ്മൾ തമ്മിൽ വ്യത്യസ്തത ലോകം കാണണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവ്യത്യസ്തത. ഐ എം കോൺസിക്രേറ്റഡ്. ഞാൻ വേർപെട്ടവനാ. ദൈവഹിതത്തിനു വേണ്ടി, ദൈവനാമത്തിനു വേണ്ടി ഞാൻ വേർപെട്ടവനാ. എനിക്ക് ലോകം ജീവിക്കുന്ന പോലെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. സത്യമാണോ? ഞാൻ ആ സമർപ്പണത്തിൽ ഇന്ന് നിൽക്കുന്നുണ്ടോ? വെള്ളത്തിലിറങ്ങി ലോകത്തോട് യാത്ര പറഞ്ഞില്ലയോ സ്നാനപ്പെട്ടത്? നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. Thank you, Jesus. Thank you, Jesus.
ഫിലദൽഫിയ സഭയോടുള്ള ദൈവത്തിൻ്റെ ദൂത്. ഞാൻ വിശുദ്ധൻ, സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവൻ, പൂർണ്ണാധികാരമുള്ളവൻ, തുറക്കാനും അടയ്ക്കാനും പൂർണ്ണാധികാരം ഉള്ളവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേട്ട് കഴിഞ്ഞ് എൻ്റെ പ്രാർത്ഥന ഇനി എന്തുവാ? What am I going to pray? Thank you, Jesus. Thank you, Jesus. Hallelujah. 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 ഈ വചനം മുഖാന്തരം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് നമ്മളെ നടത്തട്ടെ. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ചില പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ട്. ചിലരുടെ ബർത്ത്ഡേയ്സ്: 8th August റോസമ്മ സാമുവൽ, ആലിസ്; 10th August ജോസഫ് എലന്തുല, ഡാനിയൽ ഡാനി, ആശ്വര്യ ആർ നായർ; 12th August ശീതൽ യാദവ്. പിന്നെ പ്രാർത്ഥന വിഷയമുണ്ട്: ബിജുജി ജോൺ. വൺ ഓഫ് അവർ സിസ്റ്റർ ഇസ് സഫറിങ് ഫ്രം ബ്രസ്റ്റ് ക്യാൻസർ. 2 കീമോതെറാപ്പി കഴിഞ്ഞു. ശരീരത്തിൽ ഇനി അടുത്തത് വഹിക്കുവാൻ ബലമില്ല. ഇപ്പം ആശുപത്രിയിലാകുന്നു. ഒത്തിരി ശരീരത്തിൽ ബലഹീനതയുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സോ നമ്മൾ അവർക്ക് വേണ്ടി നമുക്ക് ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ ആഴ്ചയിൽ നിൻ്റെ സന്നിധിയിൽ ഒന്നിച്ചു വരുവാൻ നീ സമയമൊരുക്കി തന്നതിനായി സ്തോത്രം. സാഹചര്യങ്ങൾ ഒരുക്കി തന്നതിനായി സ്തോത്രം. കർത്താവൻ, പാട്ടുപാടി നിന്നെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ നീ സഹായിച്ചു. നിന്റെ വചന മുഖാന്തരം നീ ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ വിളി, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഞങ്ങളുടെ മുമ്പേ ഉള്ള ലക്ഷ്യം, ഇതെല്ലാം മനസ്സിലാക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കേട്ട വചനം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ കാരണമാക്കി തീർക്കണമേ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. എൻ്റെ വചനത്തിന് മുമ്പേ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഭാരപ്പെടേണ്ട ഒരാവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നിരാശകളും എല്ലാ ഭാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. പൂർണ്ണാധികാരത്തോടെ പ്രാഗൽഭ്യത്തോടെ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവേ, ഈ ആഴ്ചയിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഓരോരുത്തരെയും നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇത്രയും കഴിഞ്ഞ ഒരു വർഷക്കാലം നീ കാത്തു പരിപാലിച്ചു ചെയ്തെല്ലാം നന്മയ്ക്കായി സ്തോത്രം. പുതിയ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ പിതാവേ, നിന്റെ ഹിതപ്രകാരം നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിപ്പാൻ നീ സഹായിക്കണമേ. താങ്ക് യു ലോർഡ്. നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, സിസ്റ്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ കാരണം ശരീരത്തിൽ ഒത്തിരി ക്ഷീണവും പ്രയാസങ്ങളെല്ലാം ഉണ്ട്. കർത്താവെ, കീമോതെറാപ്പിക്ക് ചെയ്യാത്ത കാര്യം നിന്റെ നാമത്തിൽ സംഭവിക്കും. നിന്റെ അടിപ്പിണറുകളാൽ ഞങ്ങൾക്ക് പൂർണ്ണ സൗഖ്യമുണ്ട് നിന്റെ വചനം പറയുന്നു. മനുഷ്യൻ കീമോതെറാപ്പി മുഖാന്തരം ശ്രമിക്കുന്നുണ്ടെങ്കിലും നിന്റെ നാമത്തിലുള്ള ആ ശക്തി, ഹല്ലേലൂയ, നിന്റെ നാമത്തിലുള്ള ആ അധികാരം, രോഗങ്ങൾ വിട്ടുമാറുവാനുള്ള അധികാരമുണ്ട്. കർത്താവേ, നിന്റെ വചനമനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ നിന്റെ കരം നീട്ടി പൂർണ്ണ സൗഖ്യം സഹോദരിക്ക് കൊടുക്കണമേ. നീ ഞങ്ങളുടെ സൃഷ്ടിതാവും നീ ഞങ്ങളുടെ സൗഖ്യമാക്കുന്ന കർത്താവ്. ആ വിശ്വാസത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഒരത്ഭുതം പ്രവർത്തിക്കണമേ. കർത്താവേ, ആക്കി എല്ലാവരെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ ആഴ്ചയും ഞങ്ങളിപ്പം സുൽത്താൻ ബത്തേരി, വയനാട്ടിൽ, കേരളത്തിലായിരിക്കുന്നു. ഈ ആഴ്ച ഞങ്ങൾ തിരിച്ച് ഭോപ്പാലിലേക്ക് പോകണം. സോ 13-ാം തീയതി അല്ലെ 14-ാം തീയതി ഞങ്ങൾ തിരിച്ച് ഭോപ്പാലിൽ എത്തിയിരിക്കണം. സോ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ആഴ്ച സൂം മീറ്റിംഗ്സ് കാണത്തില്ല. യവനക്കാരുടെ മീറ്റിങ്ങും ശനിയാഴ്ച ഇല്ല. സോ ദൈവം സഹായിച്ച അടുത്ത ഞായറാഴ്ച നമുക്ക് ഒന്നിച്ച് പിന്നെയും കർത്താവിൻ്റെ വരവ് താമസിച്ച പിന്നെയും കാണാം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാറനാഥ.